എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ മുടീൻ്റെ അറ്റത്ത് ഒരു വെള്ള കളർ ബൾബ് പോലത്തെ സാധനം അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഈ വെള്ള ബൾബ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഹെയറിൻ്റെ റൂട്ടിനെ നമ്മളെ ഫോളിക്കിളിനോട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ആളാണ് ഈ ബൾബ്. ഇതിൽ കെരാറ്റിൻ എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, ബൾബിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ വെള്ള ബൾബ് എന്തുകൊണ്ട് മുടിയിൽ കാണുമെന്ന് വെച്ചാൽ, ഈ മുടികൾ ടീലോജൻ ഫേസിൽ, അതായത് 3 ഫേസ് ഉണ്ടെന്ന് പറയാം: ആനജൻ, കാറ്റജൻ ആൻഡ് ടീലോജൻ ഹെയർ സൈക്കിളിൽ. ഈ ടീലോജൻ ഫേസ് എന്ന് പറയുന്നതാണ് ഷെഡിങ് ഫേസ്, അതായത് കൊഴിഞ്ഞു പോണ ഫേസ്. ആ ഫേസിലുള്ള മുടികൾ കൊഴിഞ്ഞു പോകുമ്പോഴാണ് ഈ വെള്ള ബൾബുകൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ മുടി കുറച്ച് കൊഴിഞ്ഞു പോയി കിടക്കേണ്ടതെന്ന് വിചാരിക്കുക, അതിൽ കുറച്ചെണ്ണം വെള്ള ബൾബുള്ള മുടികളാണെന്ന് വിചാരിക്കുക. അത് സ്വാഭാവികമാണ്, ടെൻഷൻ യാതൊന്നും അടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, കുറച്ച് ടീലോജൻ ഫേസിലെ മുടികൾ കൊഴിഞ്ഞു പോയിന്ന്. എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ മിനോക്സിഡിലൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ GFC ആണെങ്കിലും ശരി, നമ്മുടെ സ്റ്റെം സെൽസ് ആണെങ്കിലും ശരി, ഏതാണെങ്കിലും, ഇപ്പോൾ ഈവൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും ശരി, ടീലോജൻ ഫേസിലുള്ള മുടികൾ കൊഴിഞ്ഞു പോകും കുറച്ച്. എന്നിട്ട് വേണം ആനജൻ ഫേസിലെ മുടി വരാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മളെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ GFC ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ മിനോക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ടീലോജൻ ഫേസിലെ മുടി കൊഴിയും. അത് കൊഴിഞ്ഞാൽ മാത്രമേ ആനജൻ ഫേസിലെ മുടി വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് വൈറ്റ് ബൾബുള്ള മുടികൾ കാണാൻ പറ്റും എപ്പോഴും. അത് ഒരു ടെൻഷൻ അടിക്കുന്ന കേസേ അല്ല. പക്ഷേ നേരെ മറിച്ച്, നിങ്ങൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ മിനോക്സിലൊന്നും തേക്കുന്നില്ല, നിങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ മുടി കൊഴിച്ചിലിൽ കുറച്ച് എമൗണ്ട് ഓഫ് വൈറ്റ് ബൾബ് ഉണ്ടെങ്കിൽ അതും നാച്ചുറലാണ്. അതിനൊന്നും യാതൊരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നേരെ മറിച്ച്, ഇതേപോലെ നിങ്ങൾ യാതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, നിങ്ങൾ മിനോക്സിൽ തേക്കുന്നില്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് വൈറ്റ് ബൾബാണ് കൂടുതലായിട്ട് നിങ്ങളെ കൊഴിഞ്ഞ മുടിയിൽ കാണണമെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം എന്താ വെച്ചാൽ, അത് പാറ്റേൺ ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ തുടക്കമാണ് കൂടുതലായിട്ട് വൈറ്റ് ബൾബ് വരിക. ഞാൻ വീണ്ടും പറയുന്നു, മിനോക്സിഡിൽ യൂസ് ചെയ്യേ, GFC ചെയ്യേ, സ്റ്റെം സെൽസ് ചെയ്യേ, ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ച എന്തായാലും നമുക്ക് കൊഴിച്ചിലുണ്ടാവും. ആ സമയത്ത് ടീലോജൻ ഫേസിലെ മുടിയാണ് കൊഴിയുക, അതിന് വൈറ്റ് ബൾബ് ഉണ്ടാവും. അതുകൊണ്ട് അത് ടെൻഷൻ അടിക്കേണ്ട, അത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പറയണത്, ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ, മിനോക്സിലൊന്നും തേക്കാതെ, സാധാരണഗതിയിൽ കൂടുതലായിട്ട്, അതായത് ഒരു സെറ്റ് ഓഫ് മുടി കൊഴിഞ്ഞ് കിടന്നാൽ അത് നോക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് വൈറ്റ് ബൾബുള്ള മുടികളെ കാണണമെങ്കിൽ, അതിനർത്ഥം പാറ്റേൺ ബാലൻസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് നിങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സംഭവം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഷണ്ടി ആവാതെ നോക്കാൻ പറ്റും. കാരണം കഷണ്ടി ആവുന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള സിംറ്റമാണ് കൂടുതലായിട്ട് ഈ വൈറ്റ് ബൾബുള്ള മുടി കൊഴിയുക. കൂടുതൽ വൈറ്റ് ബൾബുള്ള മുടി കൊഴിയുന്നതിന് അർത്ഥം എന്താ വെച്ചാൽ, ടീലോജൻ ഫേസിലെ മുടികളാണ് ഫുള്ള് കൊഴിയുന്നത്. അതായത് ഒരു മനുഷ്യന് യൂഷ്വലി അയാളെ തലയിൽ എപ്പോൾ നോക്കിയാലും ഒരു ഓൾമോസ്റ്റ് 60 to 80% ആനജൻ ഫേസിലുള്ള മുടിയായിരിക്കും, അതായത് ഗ്രോത്ത് ഫേസിലുള്ള മുടികളായിരിക്കും. ബാക്കി ഒരു 20 to 30% മാത്രമേ ടീലോജൻ ഫേസിലുള്ളൂ. പക്ഷേ പാറ്റേൺ ബാലൻസ് അല്ലെങ്കിൽ കഷണ്ടി ആവാൻ പോകുന്ന ഒരാൾക്ക് കൂടുതലും ടീലോജൻ ഫേസിലുള്ള മുടിയായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ വൈറ്റ് ബൾബുള്ള മുടികൾ കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ടീലോജൻ ഫേസിലുള്ള മുടി നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, കഷണ്ടി ആവാൻ പോകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, യു ക്യാൻ എയ്തർ റിവേഴ്സ് ഇറ്റ് ഓർ യു ക്യാൻ എയ്തർ സ്റ്റോപ്പ് ഇറ്റ്. എന്തെങ്കിലും ചെയ്ത് അത് ട്രീറ്റ്മെൻറ്റ് റെഡിയാക്കാൻ പറ്റും. നമ്മളെ സ്റ്റെം സെൽസ് ചെയ്താൽ മതി, നമുക്കത് അവിടെ നിർത്താൻ പറ്റും. ടീലോജൻ ഫേസിലെ മുടി കൊഴിച്ച് വിട്ടിട്ട് ആനജൻ ഫേസിലോട്ടുള്ള മുടീനെ വളർത്തിയെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, വൈറ്റ് ബൾബുള്ള മുടികൾ കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ പാറ്റേൺ ബാലൻസിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും മുടി ആനജൻ ഫേസിലുള്ള മുടി വരാൻ ചാൻസ് കുറവാണ്. അതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. സ്റ്റെം സെൽസോ അല്ലെങ്കിൽ GFC അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കേണ്ടി വരും. അല്ലാത്തടത്തോളം നോർമലി കൊഴിയുന്ന വൈറ്റ് ബൾബായിട്ടുള്ള മുടി വീണ്ടും റീഗ്രോ ചെയ്ത് വരും എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.